ആപ്പിൾ ടി പ്ലസിലൂടെ പുതിയ സൈഫൈ ആക്ഷൻ പടം പുറത്തു വന്നിട്ടുണ്ട് ദി ഗോർജ്. നമ്മുടെ ആനി ടൈലർ ജോയും മൈൽസ് ടെലറും ആണ് ഇതിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു മിസ്റ്ററി ഫീൽഡ് സാധനമാണെന്ന് പറയാം. ഇതിൽ ഒരുപാട് സ്പോയിലർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല, കാരണം ഇതിൻ്റെ ട്രെയിലർ കാണിപ്പോൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് സിനിമയിലുള്ളൂ. സോ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വലിയ ഗോർജ് എന്ന് അല്ലെങ്കിൽ ഒരു വലിയ പിറ്റ്, അതിൻ്റെ അടിയിൽ എന്താണെന്നൊരു പുറത്തുമില്ല. അതിന് രണ്ടറ്റത്തുമായിട്ട് 2 മലകളുണ്ട്. ആ 2 മലകളിൽ 2 പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ ഗാർഡിനായിട്ട് പോകുന്ന 2 എലൈറ്റ് ആയിട്ടുള്ള സ്നൈപ്പേഴ്സ്, അങ്ങനെ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള സ്നൈപ്പേഴ്സാണ്. സോ അതാണ് ഈ 2 പേരുടെ ക്യാരക്ടേഴ്സ്. സോ 2 പേരും ഒരു മലയുടെ 2 അറ്റത്താണ്. സോ ഇവർക്കിടയിലുള്ള ഈ ഒരു ഏരിയയിൽ എന്താണ് ഇവർ ഗാർഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് പുറത്തേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഡിഫെൻഡ് ചെയ്യുന്നത്, ദെൻ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ പ്രധാനമായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. സോ സിനിമ തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. ഭയങ്കര മിസ്റ്ററി ഫീൽഡായിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് സിനിമ പോവുക. ഈവൺ അതെന്താണെന്ന് റിവീൽ ചെയ്യുന്നത്, അതിനകത്ത് എന്താണെന്നുള്ള സാധനം റിവീൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. പിന്നീട് അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് തൊട്ട് ഈ സിനിമ ഭയങ്കര ഒരു ലോക്കൽ, അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടിപ്പിക്കൽ മൂവിയില്ലേ, ആ ഒരു മോഡിലേക്ക് പോകും ഈ പടം. ഭയങ്കര നമ്മൾ കണ്ട് സാച്ചുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് പിന്നീട് അങ്ങോട്ട് സിനിമ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആദ്യം കുറേ പോർഷൻസ്, അതായത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഗംഭീരമായിട്ടും സെക്കൻഡ് ഹാഫ് വളരെ ക്ലീഷേഡ് ആൻഡ് വളരെ ജനറിക് ആയിട്ട് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു ആവറേജ് എക്സ്പീരിയൻസ് തരുന്ന പടമാണെന്ന് പറയും. പക്ഷേ തുടക്കം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കിഡിലിന് ഔട്ട്പുട്ടായിരിക്കും വരാൻ പോകുന്നത്. ഒന്നാമത് ഇത് ആപ്പിൾ ടി പ്ലസിൻ്റെ പ്രൊഡക്റ്റാണ്, അവരിങ്ങനെ വെറുതെ ഒന്നും എടുക്കാറില്ല. സോ അതിൻ്റെ ഒരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നു. സോ ദെൻ ഈ ആനി ടൈലർ ജോയും മൈൽസ് ടെലറൊക്കെ കാസ്റ്റ് ചെയ്ത് വരുമ്പോഴും ദെൻ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ ഒക്കെ ഡയറക്ടറാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. സോ കുറച്ചൊക്കെ പ്രതീക്ഷയോടെയാണ് ഈ സിനിമ കണ്ടതെങ്കിലും എനിക്ക് പറഞ്ഞ പോലെ ഇനീഷ്യൽ പോർഷൻസ് അടിപൊളിയായിട്ടാണ്, പിന്നീട് അങ്ങോട്ട് ഒന്ന് ലെറ്റ് ഡൗൺ ആയിട്ടാണ് ഈ സിനിമ പോകുക. മെയിനായിട്ട് ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ കെമിസ്ട്രി, അവരുടെ ആ ഒരു ലവ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതൊക്കെ ഓക്കെയാണ്, ആ ഒരു ക്യാരക്ടർ കെമിസ്ട്രി ഒക്കെ കുഴപ്പമില്ലെങ്കിലും ഒരു മിനിമൽ ടൈമിലാണ് അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് പോകുക. സോ അതുകൊണ്ട് നമുക്ക് വലിയ അറ്റാച്ച്മെൻറ്റൊന്നും ഈ ക്യാരക്ടേഴ്സിനൊന്നും വരില്ല. പോരാതെ തന്നെ ഈ CG വർക്കുകളും ഒരു ഓക്കെ എന്ന് പറയാൻ പറ്റുള്ളൂ, ഒരു ഓവർ ദി ടോപ്പായിട്ടൊന്നും അധികം ചെയ്ത് വെച്ചിട്ടില്ല. സോ മൊത്തത്തിൽ ഒരു കുഴപ്പമില്ലാത്തൊരു പടം, ഒരു 1 ടൈം വാച്ചബിൾ എന്ന രീതിയിൽ വേണമെങ്കിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നൊരു പടമായിട്ടാണ്. ഒരുപാട് എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ കാണുകയാണെങ്കിൽ, ഈ ഒരു മോഡലുള്ള സിനിമയൊന്നും അധികം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒരു 1 ടൈം വാച്ചബിൾ. പക്ഷേ ഇതിന് ഫസ്റ്റ് ഉള്ള ഒരു 1.5 മണിക്കൂർ നല്ല രസമുണ്ട്. ആ ഒരു 1.5 മണിക്കൂറിൽ താഴെയാണ് സിനിമ. സോ ഒരു ചെറിയ പടമാണ്. സോ ഒരു 1 ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു പടമാണ്. കണ്ടിട്ടില്ലാത്തവരെങ്കിൽ കണ്ടുപോകുക. സിനിമ ഇപ്പോൾ ആപ്പിൾ ടി പ്ലസിൽ അവൈലബിൾ ആണ്.